14 സിനിമകൾ ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഒരു സിനിമ 100 ദിവസത്തിൽ കൂടുതൽ ഷൂട്ട് ചെയ്യുന്നത്. അത് പ്രതിച്ഛായ ഈ സിനിമയാണ്. 6000-7000 പേര് വരെ പങ്കെടുത്ത സീക്വൻസുകൾ ഇതിലുണ്ടായിരുന്നു. ഒട്ടനവധി ലൊക്കേഷനുകൾ ഉണ്ടായിരുന്നു. പല ലൊക്കേഷനും വളരെ വൈഷമ്യം പിടിച്ച ലൊക്കേഷനുകളായിരുന്നു. അപ്പോൾ ആ സിനിമ പൂർത്തിയായി ഇപ്പോൾ അത് ലോഞ്ച് ചെയ്യുന്ന ഈ വേളയിൽ എനിക്ക് എൻ്റെ കൂടെ പ്രവർത്തിച്ചവരെ ഈ വേദിയിലേക്ക് വിളിക്കണം. എൻ്റെ ഡയറക്ഷൻ ടീം മുഴുവനും ഈ വേദിയിലേക്ക് വരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കാം. അപ്പോൾ ഡയറക്ടർ ഓഫ് ഫോട്ടോഗ്രാഫി ചന്ദ്രമോഹൻ, എഡിറ്റർ മനോജ്, മ്യൂസിക് കമ്പോസർ ജസ്റ്റിൻ വർഗീസ്, സൗണ്ട് ഡിസൈനേഴ്സ് സിദ്ധാർത്ഥ് ആൻഡ് ശങ്കരൻ, സൗണ്ട് മിക്സ് ചെയ്യുന്ന വിഷ്ണു സുജാതൻ, കളറിസ്റ്റ് ശ്രീക് വാര്യർ, പ്രൊഡക്ഷൻ കൺട്രോളർ അരോമ മോഹൻ, പ്രൊഡക്ഷൻ ഡിസൈനർ ഷാജി നടുവിൽ, ആർട്ട് ഡയറക്ടർ അജി, ഫിനാൻസ് കൺട്രോളർ അനിൽ, മേക്കപ്പ് റോണക്സ് പോയോ എന്ന് സംശയമുണ്ട്, എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു പോകുന്നു. കോസ്റ്റ്യൂം ചെയ്ത സിജി, ഡിസൈൻ ചെയ്യുന്ന യെല്ലോ ടൂത്ത് വിമൽ, ഈ സിനിമയുടെ PR ആയിട്ടുള്ള സതീഷ്, ഫോക്കസ് പുള്ളർ സുജീഷ്, അദ്ദേഹം ഏതോ വർക്കിലാണ്, VFX ചെയ്യുന്ന അശ്വിൻ, ഇതിൻ്റെ ഒരു AI റിലീസ് ചെയ്ത അജ്മൽ, പിന്നീട് ഈ സിനിമയുടെ പിന്നണിയിൽ പ്രവർത്തിച്ച നിരവധി തൊഴിലാളികളുണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഭക്ഷണം വിളമ്പിയ പ്രൊഡക്ഷൻ അസിസ്റ്റൻസ് യൂണിയൻ ഉണ്ട്. അവരുടെ പ്രതിനിധി രാജേഷ്, ഡ്രൈവേഴ്സിനെ പ്രതിനിധീകരിച്ച് അനിൽ, ജീപ്പ് ഓപ്പറേറ്റർ ആയിട്ടുള്ള സൂരജ്, പാന്തർ ഓപ്പറേറ്റർ രാജേഷ്, യൂണിറ്റിൽ നിന്ന് ദിലീപ്, ക്യാമറയിൽ നിന്ന് അനൂപ്, ആർട്ട് അസിസ്റ്റന്റ് ദീപു, മേക്കപ്പ് അസിസ്റ്റ് ചെയ്ത വിഷ്ണു, കോസ്റ്റ്യൂം രജനി, ഹെയർ സ്റ്റൈലിസ്റ്റ് ഷബ്ന, സ്റ്റിൽ ചെയ്ത അമൽ, DOPയുടെ അസോസിയേറ്റ് ലോകേഷ്, മേക്കിംഗ് വീഡിയോ ചെയ്ത വിഷ്ണു, സ്പോട്ട് എഡിറ്റ് ചെയ്ത മനു, ലൊക്കേഷനിൽ സൗണ്ട് ചെയ്ത മിഥുൻ, മാനേജേഴ്സ് ആയിട്ടുള്ള രാജു അരോമ, ഹംസീർ പ്രസാദ്. ഇവരോടൊപ്പം എനിക്ക് ഇതിനകത്തൊരു ക്രിയേറ്റീവ് ടീം ഉണ്ടായിരുന്നു. അത് ഷാരിസ് മുഹമ്മദ്, ഷാരിസിന് വരാം, ദേവദത്ത് ഷാജി, മുഹമ്മദ് ഷാഫി ആൻഡ് സ്റ്റെഫി സേവിയർ. കാസ്റ്റിംഗ് ഡയറക്ടർ വിവേക് അനിരുദ്ധ്, ഞാൻ വിളിക്കാൻ മറന്നുപോയി, വിവേക് കൂടി പറഞ്ഞു. വിവേകില്ലേ? ഞാൻ ഇത്രയും ആളുകളെ ഇവിടെ വിളിച്ചത് മറ്റൊന്നും കൊണ്ടല്ല. ഈ സിനിമ എത്രത്തോളം പണിപ്പെട്ടാണ് ഷൂട്ട് ചെയ്തതെന്ന് ഇതിനു മുമ്പ് സംസാരിച്ച പലരും പറഞ്ഞു. അവരെല്ലാം എൻ്റെ പേരാണ് പറഞ്ഞത്. പക്ഷെ ഈ സിനിമ എൻ്റെതല്ല, ഇവരുടേതാണ്. ഇവരില്ലെങ്കിൽ സംവിധായകനില്ല, നിവിൻ പോളിയില്ല, ഷറഫുദ്ദീൻ ഇല്ല, ബാലചന്ദ്രമേനോനില്ല, ആരുമില്ല എന്നുള്ളതാണ് സത്യം. അത് ഞാനൊരു ട്രേഡ് യൂണിയനിസ്റ്റ് ആയതുകൊണ്ട് പറയുന്നതല്ല. മലയാളത്തിലെ എക്കാലത്തെയും ഏറ്റവും മികച്ച സംവിധായകൻ എന്ന് ഞാൻ വിശ്വസിക്കുന്ന KG ജോർജ് സാർ ഒരിക്കൽ എന്നോട് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ തനതായ ശൈലിയിൽ എന്നോട് പറഞ്ഞു, ഒരു സംവിധായകൻ ചെയ്യേണ്ടത് യു ഷുഡ് നോ ഹൗ ടു യൂസ് അതേഴ്സ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എങ്ങനെയാണ് മറ്റുള്ളവരെ പ്രയോജനപ്പെടുത്താൻ നിങ്ങൾക്ക് അറിവുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സംവിധായകനാവാം എന്നാണ്. അപ്പോൾ ഇത്രയും ടാലൻറ്റുകളെ കൂട്ടിയോജിപ്പിക്കുന്ന ഒരു കാറ്റലിസ്റ്റ് മാത്രമാണ് ഞാൻ. അപ്പോൾ ഈ സിനിമയുടെ കയ്യൊപ്പ് ഇവർക്കുള്ളതാണ്. ഇവരെ സല്യൂട്ട് ചെയ്യുന്നു. സാധാരണഗതിയിൽ സിനിമയുടെ ലോഞ്ചിൽ അങ്ങനെയുള്ള കാര്യങ്ങളുടെ പോസ്റ്ററിലെല്ലാം ഇതിലെ പ്രധാനപ്പെട്ട സാങ്കേതിക പ്രവർത്തകരുടെ പേരാണ്. പക്ഷെ ഇവിടെ ഒരിക്കലും ലൈം ലൈറ്റിൽ വരാത്ത
സിനിമയിൽ പണിയെടുക്കുന്നവരുടെ പ്രതിനിധികൾ ഉണ്ട്. ഇങ്ങനെയുള്ള ആയിരക്കണക്കിന് പേർ ചേർന്നാണ് മലയാള സിനിമ മുമ്പോട്ട് പോകുന്നത് എന്ന് നമ്മൾ ഓർക്കണം. ഞാൻ ഒരിക്കൽ ശ്രീ കമൽഹാസൻ പ്രസംഗിക്കുന്നത് കേട്ടിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്ത് വാഹിനി സ്റ്റുഡിയോ, AVM സ്റ്റുഡിയോ തുടങ്ങിയ സ്റ്റുഡിയോകളിൽ തമിഴ്നാട്ടിലെ വേനലിൽ അന്ന് AC ഫ്ലോറില്ല, അത് ഷൂട്ട് ചെയ്യുമ്പോൾ ആസ്പെക്ടോസ് ഷീറ്റാണ് മുകളിലിട്ടിരിക്കുന്നത്. മുകളിൽ ലൈറ്റ് ഹോൾഡ് ചെയ്ത് ഔട്ട്ഡോർ വർക്കേഴ്സ് ഉണ്ടാവും. ആസ്പെക്ടോസിന് താഴെയാണ് ഇരിക്കുന്നത്. പിന്നെ ലൈറ്റിന്റെ ചൂട്, അവര് കുടുകുട വിയർത്തൊഴുകും. താഴെ ഷോട്ടിൽ നിൽക്കുന്ന എൻ്റെ ദേഹത്ത് അവരുടെ വിയർപ്പ് തുള്ളികൾ വീഴും എന്നാണ് കമൽഹാസൻ പറഞ്ഞത്. തൊഴിലാളികളുടെ വിയർപ്പിന്റെ ഉപ്പ് വീണാണ് ഓരോ താരവും ഉണ്ടാകുന്നത് എന്നതാണ് സത്യം. അത് ഈ വേദിയിൽ മലയാള സിനിമയിലെ എക്കാലത്തെയും ഏറ്റവും വലിയ താരവും നടനുമായ ശ്രീ മോഹൻലാൽ സാറിന് മുമ്പിൽ വെച്ച് തന്നെ പറയാൻ ഈ വേദി ഉപയോഗിക്കാൻ കഴിഞ്ഞു എന്നുള്ളതിൽ എനിക്ക് സന്തോഷമുണ്ട്. നിങ്ങൾക്ക് ആരെങ്കിലും സംസാരിക്കണമെങ്കിൽ സംസാരിക്കാൻ കേട്ടോ, അങ്ങനെയുള്ളവർ നിന്നു. 2019 ഞാൻ ഈ സിനിമയുമായിട്ടുള്ള യാത്ര തുടങ്ങിയത്. ഞാൻ ഷാരിസിനെ ഇവിടെ നിർത്താൻ കാരണം 2019 ഷാരിസ് എൻ്റെ അടുത്ത് വന്ന് ഒരു കഥ പറഞ്ഞു. 2019 ഷാരിസ് എൻ്റെ അടുത്തൊരു കഥ പറഞ്ഞപ്പോൾ ഞാൻ ഒരു ദിവസം കഴിഞ്ഞ് ഷാരിസിനോട് പറഞ്ഞത്, ഈ കഥയിലെ ഒരു പർട്ടിക്കുലർ മുഹൂർത്തം എന്നെ വല്ലാതെ ഹോണ്ട് ചെയ്യുന്നുണ്ട് എന്നാണ്. ഷാരിസിന്റെ അനുവാദം ആവശ്യമുണ്ട്. ഞാൻ ഷാരിസിനോട് ചോദിച്ചു, ഇത് ഞാൻ എഴുതിക്കോട്ടെ? അയാൾ ഏറ്റവും ഭംഗിയായി സ്ക്രിപ്റ്റ് എഴുതുന്ന മലയാളത്തിലെ എണ്ണം പറഞ്ഞ തിരക്കഥാകൃത്തുക്കളിൽ ഒരാളാണ്. അദ്ദേഹം പറഞ്ഞ ഒരു കഥ, ആ ഒരു മുഹൂർത്തം എൻ്റെ മനസ്സിൽ വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഒരു അനുവാദം ചോദിച്ചു, ഞാനിത് എഴുതിക്കോട്ടെ എന്ന് ചോദിച്ചു. അദ്ദേഹം അത് സമ്മതിച്ചു. ഞാൻ ആ തിരക്കഥ എഴുതി അദ്ദേഹത്തെ വായിച്ച് കേൾപ്പിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് നിങ്ങൾ തന്നെ എഴുതിയാൽ മതി എന്ന്. 2019 ഞാൻ തുടങ്ങിയ യാത്ര ഞാൻ പല വഴികളിലൂടെ പോയി. അത് ഒരുപക്ഷെ സിനിമ റിലീസ് ചെയ്തതിന് ശേഷം ഞാൻ പറയുന്നതാണ് നല്ലത്. ആ വഴികളിൽ ഒരു വഴി നിവിന്റെ വീട്ടിലേക്കുള്ള വഴിയായിരുന്നു. പക്ഷേ ഈ നിവിനൊക്കെ ഒരു ഡിസിഷൻ എടുക്കാൻ വലിയ പാടുള്ള ആളുകളാണ്. അപ്പൊ ഞങ്ങൾ തമ്മിൽ അങ്ങനെ കുറെ സംസാരങ്ങൾ നടന്നു. പിന്നെ ഞാൻ വേറെ സിനിമകളിലേക്ക് പോയി. പിന്നീട് ഞാൻ ഈ സിനിമയിലേക്ക് തിരിച്ചു പോകാം. അതിൽ ലിസ്റ്റിന് വലിയൊരു റോളുണ്ട്. അതൊക്കെ നമുക്ക് സിനിമയ്ക്ക് ശേഷം പറയാം. ലിസ്റ്റിന് അതൊക്കെ ഇവിടെ മറച്ചു വയ്ക്കുകയാണ് ചെയ്തത്. ഏറ്റവും അവസാനം ആ സിനിമ സംഭവിക്കാൻ കാരണം ഞാൻ നിവിനെ ഫോൺ ചെയ്തിട്ട് ഞാൻ നിവിനോട് ചോദിച്ചു, നമുക്ക് ഉടനെ ഈ സിനിമ ചെയ്താൽ? നിവിൻ പറഞ്ഞു, നമുക്ക് ആ സിനിമ ചെയ്യാം. അങ്ങനെ 2019 തുടങ്ങിയ ഇതിന്റെ തിരക്കഥ അനവധി ഡ്രാഫ്റ്റുകളിലൂടെ ഇന്നത്തെ തിരക്കഥയായി മാറുകയാണ് ചെയ്തത്. 2019 എഴുതിയ തിരക്കഥയായിട്ട് ഇതിന് ഒരു ബന്ധവുമില്ല. അങ്ങനെയാണ് നിവിനിലേക്ക് ഇത് എത്തുന്നത്. അപ്പൊ ഞാൻ ഏപ്രിൽ കണക്ക് കൂട്ടിയപ്പോൾ അതിഭീമമായ ഒരു ബഡ്ജറ്റാണ് ഇതിന് വരുന്നത്. അപ്പോൾ എന്തു വന്നാലും ഈ സിനിമ അതിന്റെ വിധി എന്തായാലും അതിൽ പകുതി എനിക്ക് വേണം, ലാഭമായാലും നഷ്ടമായാലും എന്ന് ഞാൻ തീരുമാനിച്ചു. ബാക്കി പകുതി ആരോട് പറയും എന്ന് ചോദിച്ചപ്പോൾ, അങ്ങനെ പറയുമ്പോൾ ഞാൻ വലിയ ദൈവവിശ്വാസിയല്ല, പക്ഷെ ദൈവവിശ്വാസികൾ പറയുമല്ലോ, ഓടക്കുഴലുമായിട്ട് ഉണ്ണികൃഷ്ണൻ നിൽക്കും എന്ന് പറയുന്ന പോലെ ഓടക്കുഴലാണ് ശ്രീ ഗോപാലൻ സാറിന്റെ എഴുതത്തിലുള്ളത്. അപ്പൊ ഞാൻ അദ്ദേഹത്തെ കൃഷ്ണമൂർത്തി വിളിച്ചു, ഗോപാലേട്ടനെ വിളിച്ചു. അപ്പൊ ഗോപാലേട്ടൻ പറഞ്ഞു, നമുക്ക് നോക്കാം. അങ്ങനെ ഞാൻ കൃഷ്ണമൂർത്തിയെ കണ്ട് ഇതിന്റെ കഥ പറയാൻ പോയപ്പോ, ഇതിവിടെ പറഞ്ഞില്ലെങ്കിൽ ഒരിടത്തും പറയാൻ പറ്റില്ല. ഗോപാലേട്ടൻ എന്നെ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, ഇതിന്റെ കഥ കേട്ട് കഥ നല്ലതാണ് എന്ന് പറഞ്ഞ് ഞാൻ ഉണ്ണികൃഷ്ണന് കൈ തന്നാൽ അത് ശരിയാവില്ല. കഥ കേൾക്കുന്നതിന് മുമ്പ് ഞാൻ പറയാം, ഇത് ചെയ്യുന്നു ഞാൻ എന്നുള്ളത്. അത് ഗോപാലേട്ടൻ എന്നോട് കാണിച്ച വലിയ സ്നേഹവും വിശ്വാസമാണ്. അദ്ദേഹം എന്ന് പറഞ്ഞു, അദ്ദേഹം മനസമാധാനത്തോടു കൂടിയാണ് ഈ സിനിമ പൂർത്തിയാക്കിയത് എന്നുള്ളത്. എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഞങ്ങളുടെ ആരോഗ്യ ചികിത്സാ പദ്ധതിയിലേക്ക്, ഫെഫ്കയിലേക്ക് ഓടി ചെല്ലുമ്പോൾ പൈസ വാരിക്കോരി തരുന്ന ഒരാളാണ് ഗോപാലേട്ടൻ. ഗോപാലേട്ടൻ ഇത്തവണ ഉണ്ട് കേട്ടോ, ഞാൻ വരും. ഇതിന്റെ ഒരു പോസ്റ്റ് പ്രൊഡക്ഷൻ കഴിഞ്ഞ് ഞാൻ വരുന്നുണ്ട്. അപ്പോൾ ഇപ്പൊ തന്നെ അത് സമ്മതിച്ചിട്ടുണ്ട്. ബാക്കിയുള്ളത് കൃഷ്ണമൂർത്തി നോക്കുകയും ചെയ്യും. അപ്പൊ ഗോപാലേട്ടൻ വളരെ വലിയ സന്തോഷം ഗോപാലേട്ടൻ ഒപ്പം നിന്നതിന്. അതുപോലെ തന്നെ
കൃഷ്ണമൂർത്തി എടുത്തു പറയേണ്ട പേരാണ്. എനിക്ക് എപ്പോഴും ഒരു സഹോദര തുല്യനായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്ത ആളാണ് കൃഷ്ണമൂർത്തി. പിന്നെ ഞാൻ ചില പേരുകൾ പറയും. ഒന്ന് ആന്റണി പെരുമ്പാവൂർ, എൻ്റെ സഹോദരനാണ് ആന്റണി പെരുമ്പാവൂർ. ലിസ്റ്റിൻ വേണു കുന്നപ്പള്ളി, എൻ്റെ സുഹൃത്ത്. പേര് വെളിപ്പെടുത്താൻ ആഗ്രഹമില്ലാത്ത ഒരാളുണ്ട്. ഈ 3 പേരുടെയും പേര് പറയാൻ ഈ 3 പേരും എന്നെ സാമ്പത്തികമായിട്ട് സഹായിച്ചിട്ടുണ്ട് ഈ സിനിമയിൽ. ആ 3 പേർക്കും ഞാൻ നന്ദി പറയുന്നു. അവരുടെ വളരെ ടൈംലി ആയിട്ടുള്ള ഹെൽപ്പ് എന്നെ ഈ സിനിമയിൽ കറക്റ്റായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ സഹായിച്ചിട്ടുണ്ട്. പിന്നെ ഒട്ടനവധി അനുമതികൾ ഈ സിനിമയ്ക്ക് വേണമായിരുന്നു. സെക്രട്ടേറിയറ്റിന് മുമ്പിലൊക്കെ ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ആലോചിക്കാൻ പറ്റാത്ത കാര്യമാണ്. അത് 5000 പേര് വെച്ച് ഞാൻ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഷൂട്ട് ചെയ്തു. അപ്പൊ ഇങ്ങനെയുള്ള ഓരോ കാര്യത്തിലും എൻ്റെ കൂടെ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ എൻ്റെ അടുത്ത സുഹൃത്തുണ്ട് ജയചന്ദ്രൻ, മംഗളത്തിലെ ജയചന്ദ്രന് ഞാൻ നന്ദി പറയുന്നു. ബെഹർ സാർ എന്തിനും എപ്പോഴും ഒരു ഫോൺ കോളിൽ അവൈലബിൾ ആയിട്ടുള്ള ആളായിരുന്നു. സാറിനും നന്ദി. ഒപ്പം ഇതിൻ്റെ ക്രിയേറ്റീവ് കോൺട്രിബ്യൂട്ടേഴ്സ് ആയിട്ട് എൻ്റെ കൂടെ ഷാരിസിനോടൊപ്പം വർക്ക് ചെയ്യുന്ന 3 പേരുണ്ട്. ഒന്ന് ദേവദത്ത് ഷാജിയാണ്, മറ്റൊന്ന് മുഹമ്മദ് ഷാഫിയാണ്, മറ്റൊന്ന് സ്റ്റെഫി സേവ്യറാണ്. ഈ 3 പേരാണ്. ദേവദത്ത് ഷാജി ഭീഷ്മപർവം, ധീരൻ തുടങ്ങിയ പടങ്ങളിലൂടെ ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ അയാളുടെ മെറ്റൽ പ്രൂവ് ചെയ്യുന്ന ആളാണ്. അതുപോലെ മുഹമ്മദ് ഷാഫി കണ്ണൂർ സ്ക്വാഡ് എന്ന സിനിമ ചെയ്താണ്. സ്റ്റെഫി എന്നെ സംബന്ധിച്ചിടത്തോളം കേവലം ഒരു സഹപ്രവർത്തകയല്ല, ഷീസ് ഓൾമോസ്റ്റ് മൈ ഫാമിലി മെമ്പർ. എനിക്ക് എത്രയോ കാലമായിട്ട് അറിയാവുന്ന ആളാണ് സ്റ്റെഫി. സ്റ്റെഫി കോസ്റ്റ്യൂം ഡിസൈനർ മാത്രമല്ല, മികച്ച ഒരു സംവിധായകയാണ് പ്രൂവ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ ആളുകളോടെല്ലാം ഞാൻ ഇതിൽ തിരക്കഥ ഇതിൽ ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് എല്ലാം പല ആവർത്തി ഇത് വായിച്ചു നോക്കും. അവരോട് ഇത് വായിച്ചു നോക്കാൻ പറയും. ഞാൻ നരേറ്റ് ചെയ്യാറുണ്ട്. അവരുടെ അഭിപ്രായങ്ങൾ ഞാൻ കേൾക്കാറുണ്ട്. സ്വീകരിക്കാവുന്നത് സ്വീകരിച്ചിട്ടുണ്ട്, തള്ളിക്കളയേണ്ടത് തള്ളിക്കളഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ സിനിമയുടെ എഴുത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം എനിക്കാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അവർ എനിക്ക് ഉടനീളം എൻ്റെ കൂടെ നിന്ന് ഇന്ധനം പകർന്നവരാണ്. അവർക്ക് വലിയ നന്ദിയുണ്ട്. പിന്നെ ഇന്ന് ഈ ട്രെയിലർ ലോഞ്ച് ചെയ്ത പ്രിയപ്പെട്ട മോഹൻലാൽ സർ, അദ്ദേഹത്തിന് ഇങ്ങനത്തെ വേദിയിലാണ് ഞാൻ സാർ എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ ഞങ്ങൾ തമ്മിൽ ഉള്ള സ്നേഹവിനിമയം എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അദ്ദേഹവുമായിട്ട് അഗാധമായിട്ടുള്ള വ്യക്തിബന്ധം എനിക്കുണ്ട്. എൻ്റെ ഈ സിനിമയുടെ പല കാര്യങ്ങളും പല ഘട്ടങ്ങളിലും ഞാൻ അദ്ദേഹവുമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഈ സിനിമ പൂർത്തിയായി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തെ വിളിച്ചിട്ട് ഈ സിനിമ ആളുകളിലേക്ക് എത്തിക്കുന്നത് അദ്ദേഹമല്ലാതെ മറ്റാരും അത് ചെയ്യാൻ എൻ്റെ മനസ്സിൽ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം തിരക്കുകൾക്കിടയിൽ ഓടി വന്നു. സർ, വലിയ സന്തോഷം. ഇനി പറയേണ്ടത് ഇതിലെ ആക്ടേഴ്സിനെ കുറിച്ചാണ്. ഞാൻ നിവിനെ കുറിച്ച് പറഞ്ഞു. നിവിൻ ആദ്യമായിട്ടാണ് ഞാൻ നിവിനുമായിട്ടൊരു സിനിമ ചെയ്യുന്നത്. നമ്മൾ നിവിൻ വളരെ ലേസി ആയിട്ടാണ് ഒരു സീൻ ചെയ്യുന്നതെന്ന് തോന്നുന്നു. പറഞ്ഞു കൊടുക്കുമ്പോഴും ഒക്കെ. എന്നിട്ട് ഞാൻ പോകുമ്പോൾ ഈ മൈക്കുള്ളതുകൊണ്ട് എനിക്ക് പലതും കേൾക്കാമല്ലോ. അപ്പോൾ നിവിൻ പറയും, സാർ അങ്ങനെയൊക്കെ പറയും, നീ ഒന്ന് പ്രോംപ്റ്റ് ചെയ്തേക്കായിരുന്നു. പക്ഷേ ടേക്കിൽ അയാൾക്കൊരു മാജിക് ഉണ്ട്. നമ്മൾ ആരും കരുതാത്ത ഒരു മാജിക് ടേക്ക്. അങ്ങനെയുള്ളവരെയാണ് നമ്മൾ ഗ്രേറ്റ് ആക്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. ആ മാജിക്കിന്റെ എപ്പിറ്റൽ എന്ന് പറയുന്നത്, ഇടിശൃംഗം എന്ന് പറയുന്നത് ശ്രീ മോഹൻലാലാണ്. ഒരിക്കലും നമുക്ക് ഞാൻ സംവിധാനം ചെയ്ത സിനിമകളുടെ വിഷ്വൽസ് കണ്ടപ്പോൾ, വില്ലനിലെ വിഷ്വൽ കണ്ടപ്പോൾ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഇപ്പോൾ ഐക്കോണിക് ആയിട്ട് ആളുകൾ പറയുന്ന ആ ഷോട്ട് അദ്ദേഹം എങ്ങനെയാണ് ചെയ്തതെന്ന്. ഉടനീളം തമാശ പറഞ്ഞ് ടേക്ക് എന്ന് പറഞ്ഞപ്പോൾ ഈ ഷോട്ട് ചെയ്തിട്ട് അതില് അദ്ദേഹത്തെ ഒന്ന് അഭിനന്ദിക്കാൻ പോലും എനിക്ക് അദ്ദേഹം അവസരം തന്നിട്ടില്ല. ഓടി ചെന്നപ്പോൾ കെട്ടിപ്പിടിച്ച് എൻ്റെ ചെവിയിൽ ഒരു തമാശ പറഞ്ഞു. ആ തമാശ ഞാൻ ഇവിടെ ആവർത്തിക്കുന്നില്ല. അപ്പോ അങ്ങനെയുള്ളൊരു മാജിക് അദ്ദേഹത്തിനുണ്ട്. നിവിനും അങ്ങനെ ഒരു സർഗശേഷിയുണ്ട്. ടേക്കിൽ അയാൾക്ക് ഒരു എക്സ്ട്രാ സംതിങ് വരുന്നുണ്ട്. ഞാൻ ധൈര്യപൂർവ്വം പറയുന്നു, നിവിൻ ഹാസ് ഡൺ എ ഫാന്റാസ്റ്റിക് ജോബ്. അതിനൊരു സിനിമ കാണാൻ മനസ്സിലായി. പിന്നെ ഞാൻ നേരത്തെ ബാലേന്ദ്ര സാറിനെ കുറിച്ച് പറഞ്ഞു. അദ്ദേഹത്തെ വർക്ക് ചെയ്യാൻ കഴിഞ്ഞ വലിയ ഭാഗ്യമാണ്.
ഷറഫുദ്ദീൻ എന്നോട് ഇങ്ങോട്ട് ആവശ്യപ്പെട്ടു ആണ് സാർ ആ പടത്തിൽ എന്തെങ്കിലും അങ്ങനെ ഒരു പ്രധാനപ്പെട്ട റോൾ ഉണ്ടെങ്കിൽ ഞാൻ ഷറഫിനെ പിറ്റേ ദിവസം വിളിച്ചിട്ട് ഒരു സീക്വൻസ് ആണ് ഞാൻ നരേറ്റ് ചെയ്തത്. ഷറഫ് ഓൾസോ ഈ സിനിമയിൽ വർക്ക് ചെയ്ത എല്ലാ ആക്ടേഴ്സും, ഞാൻ ഓരോരുത്തരെ എടുത്ത് പറയുന്നില്ല. ഹരിശ്രീ അശോകൻ എനിക്ക് കാണാം, മൈ ഓൾ ടൈം ഫേവറേറ്റ് സായി കുമാർ അവിടെ ഉണ്ട്. അപ്പോൾ എനിക്ക് രാജശേഖരനോ ഞാനുമായിട്ട് ആദ്യമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. സവിത ബാനർജി ഞാനുമായിട്ടും ആദ്യമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. നീതു ഓഡീഷനിലൂടെ വന്ന് ഗംഭീരമായിട്ട് റോൾ ചെയ്യുന്ന ആളാണ്. വിജിതയുണ്ട്, മേഘയുണ്ട്, അങ്ങനെ എല്ലാവരെയും പേരെടുത്ത് പറയുന്നത്. എവ്രി ആക്ടർ ഇൻ ദിസ് ഫിലിം ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഞാനൊരു വളരെ സ്പെഷ്യൽ താങ്ക്സ് ആൻ അഗസ്റ്റിനോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഈ കഥ കേൾക്കുകയും ഈ റോള് ചെയ്യാൻ സമ്മതിക്കുകയും ചെയ്തത് ഈ സിനിമയ്ക്ക് വലിയ രീതിയിലുള്ള ഒരു വാല്യൂ അഡീഷൻ നൽകിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. അവർക്ക് നല്ല അലർജി ഉള്ളതാണ്. നമ്മുടെ DOP ഇഷ്ടം പോലെ പുകയിട്ട് അവരുടെ ആസ്മയൊക്കെ വളരെയധികം കൂട്ടിയിട്ടുണ്ട്. പക്ഷെ അവരതെല്ലാം വിത്ത്സ്റ്റാൻഡ് ചെയ്ത് താങ്ക് യു ഫോർ ബീയിങ് വിത്ത് അസ്. സോ ആക്ടേഴ്സിനോട് എല്ലാവരോടും എനിക്ക് വലിയ കടപ്പാടുണ്ട്. സിനിമയെക്കുറിച്ച് ഞാൻ ഒന്നും പറയുന്നില്ല, ലെറ്റ് ദ സിനിമ സ്പീക്ക് ടു യു. പക്ഷേ ഒരു കാര്യം പറയാം, വലിയ മുതൽ മുടക്കുള്ളൊരു സിനിമയാണ്. അതിൻ്റെ 50% എൻ്റെ ബാധ്യതയാണ്. ഞാൻ നിലനിൽക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന സിനിമയാണിത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അത്രയും നിർണായകമായ സിനിമയാണ്. അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇതൊരു പ്രൊപ്പഗൻഡ സിനിമയാണ്. അപ്പോൾ ഇത്രയധികം കോടികൾ കയ്യിൽ നിന്ന് പലരോടും കടം വാങ്ങിച്ച ഒരു പ്രൊപ്പഗൻഡ നടത്താൻ മാത്രം എനിക്ക് കേരളത്തിലെ ഒരു രാഷ്ട്രീയ കക്ഷിയോടും ബഹുമാനമില്ല എന്ന് പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഇത് ഒരു പ്രൊപ്പഗൻഡയുമില്ല. തീർച്ചയായിട്ടും സമൂഹത്തിൽ നമ്മൾ കാണുന്ന പല സന്ദർഭങ്ങളും പല ആളുകളുടെ ഷെയ്ഡ്സും വലിയ കഥാപാത്രങ്ങളുണ്ടാവും. പക്ഷെ 100% ഇത് ഫിക്ഷൻ ആണ് ഈ സിനിമ എന്ന് പറയുന്നത്. പക്ഷെ കേരള രാഷ്ട്രീയത്തിൽ എനിക്ക് പറയാൻ ആഗ്രഹമുള്ള ചില കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ഈ സിനിമയിലൂടെ സംസാരിക്കുന്നുണ്ട്. അതാണ് മോഹൻലാൽ സാർ ഉദ്ദേശിച്ചതെന്ന് ഞാൻ കരുതുന്നു. കാരണം ഇന്ന് വ്യക്തികളില്ല, പ്രതിച്ഛായകൾ മാത്രമേ ഉള്ളൂ എന്ന് ഈ സിനിമയിൽ 3 അവസരങ്ങളിൽ പറയുന്നുണ്ട്. നമ്മളെല്ലാം ഇമേജസുകളായി മാറുകയാണ്. നമ്മൾ വ്യക്തിത്വം നഷ്ടപ്പെടുന്നവരാണ്. നമ്മളും മറ്റുള്ളവരും തമ്മിലുള്ള ബന്ധം സോഷ്യൽ മീഡിയ പറയുമ്പോഴാണ് നമ്മൾ തന്നെ തിരിച്ചറിയുന്നത്. നമുക്ക് ജെനുവിനായിട്ട് മറ്റൊരാളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നതാണ്. അപ്പോൾ കോടിക്കണക്കിന് രൂപ മുതൽ മുടക്കിലൂടെ ഇമേജ് ക്രിയേഷൻ നടത്തി നമ്മളുടെ അബോധത്തെ കോളനൈസ് ചെയ്യുന്ന അതിഭീകരമായ ഒരു സൈബർ രാഷ്ട്രീയം ഇവിടെ വളരെയധികം സ്ട്രെങ്തൻ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു വിഷയം ഒരു ജനപ്രിയ സിനിമയുടെ ഫോർമാറ്റിലൂടെ പറയാൻ ഞാൻ ശ്രമിക്കുന്നു. പക്ഷെ അങ്ങനെ പറയുമ്പോഴും ഇതിനകത്ത് ഇത് അടിസ്ഥാനപരമായിട്ട് ഒരു റിലേഷൻഷിപ്പ് ഡ്രാമയാണ്. അച്ഛനും മകനും തമ്മിൽ, പങ്കാളികൾ തമ്മിലുള്ള, അല്ലെങ്കിൽ ഇതിലെ ഓരോ കഥാപാത്രത്തിനും ഒരു ബാക്ക് സ്റ്റോറി ഉണ്ട്. അപ്പോൾ അത്തരത്തിൽ ഉള്ള ഒരു ലേയേർഡ് ആയിട്ടുള്ള സിനിമ ഉണ്ടാക്കാനുള്ള ശ്രമമാണ് ഞാൻ നടത്തിയിരിക്കുന്നത്. എൻ്റെ സാമ്പത്തിക ബാധ്യതയോ എൻ്റെ പരാധീനതയോ എൻ്റെ അധ്വാനമോ ഇവിടെ ഇത്രയും പേർ വന്നു നിന്നവരുടെ അധ്വാനമോ ഒന്നും കാണികൾക്ക് വിഷയമല്ല. കാണികൾക്ക് അതൊന്നും ഒരു ബാധ്യതയുമില്ല. പലരും പറയാറുണ്ട്, ഇത്ര ആളുകളുടെ അധ്വാനമില്ലേ, നിങ്ങളിങ്ങനെ ഇതിനെ വിമർശിക്കരുത് എന്നുള്ളത്. കാണിയെ സംബന്ധിച്ചിടത്തോളം 2.5 മണിക്കൂർ എന്നെ ഒരു സിനിമ രസിപ്പിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ മുമ്പിൽ. അതുകൊണ്ട് എൻ്റെ ഈ സിനിമയെ ഉപാധികളില്ലാതെ ഞാൻ കാണികളുടെ മുമ്പിലേക്ക് സമർപ്പിക്കുകയാണ്. ഹോം അപ്ലയൻസ് വാങ്ങാൻ ഒരിടത്ത്, ക്രോക്കറി വാങ്ങാൻ വേറൊരിടത്ത്, ഗാഡ്ജറ്റ്സ് വാങ്ങാൻ വേറെ എവിടെയോ ഒരിടത്ത്. അതെ, എന്തിനിങ്ങനെ പലയിടത്ത് ഓടണം? മൈജി ഫ്യൂച്ചർ ഉണ്ടല്ലോ. മൊബൈൽ ഫോൺ മുതൽ ഹോം അപ്ലയൻസസ് വരെ എല്ലാം ഒരിടത്ത്, ഏറ്റവും കുറഞ്ഞ EMI. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ വില. ആഹാ, എന്നാ ഏറ്റവും കൂടുതൽ ഓഫറുകൾ. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. മൈജി ആണ് ഫ്യൂച്ചർ.